അത്രയ്ക്ക് തങ്കം പിടിച്ച ഒരു കൊച്ചനെ അല്ലയോ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നമ്മുടെ സാങ്കുട്ടി എന്നാ വിനയമാ, എന്നാ ദൈവഭയവാ. അതെന്തായാലും നന്നായി. തിങ്കളാഴ്ച മുതൽ 3 ദിവസം ഞാൻ ലീവ് അല്ലയോ. ഇടുക്കി വണ്ടിയെ നമുക്ക് സാങ്കുട്ടിയെ തന്നെ അങ്ങ് വിട്ടാലോ? എടോ, അതിന് അവന് വല്ല ഡ്രൈവിംഗ് വല്ല അറിയോ? അതല്ലേ അതിശയം, അവന് ഹെവിയുണ്ട്. എന്നാ വിട്ടോ. കൂട്ടിനുമായിട്ട് നമ്മുടെ മണിയപ്പനെ വിളിച്ചു കേട്ടോ. നീ തോൽപ്പിച്ചുകൊണ്ടെടുക്കാതെ പോയി വായിച്ചേ. വായിക്കേ, ഞാൻ എടുത്തു വെച്ചോളാം. അതൊക്കെ ഇതെനിക്ക് ഒരാൾക്ക് ഇയാളെ പണിയല്ലോ. മുരളി, എന്താടാ ഈ ഇടുക്കിയിലേക്ക് വീക്കിലി കൊണ്ടുപോകണ വണ്ടിക്ക് എന്തിനാ 2 മണിക്കാരെ? ഇത് ഇങ്ങനെ കൊണ്ടുപോയിക്കാനും വണ്ടി ഓടിക്കാനും ഒരാൾ മതി. വേണ്ട മുതലാളി, ഞാൻ വണ്ടി ഓടിക്കുകയും ഇത് കൊണ്ടുപോവുകയും ചെയ്യും. അതെ, ഇനി മുതല് പത്രവണ്ടിയില് ഒരാള് മതി. ഇതേ കരിങ്കല്ലൊന്നും അല്ല എടുത്തോണ്ട് പോണത്, പത്രക്കെട്ടല്ലേ, അതിന് ഒരാള് മതി. പിന്നെ കിളിപ്പണിക്ക് വന്നവർക്ക് വേണമെങ്കിൽ പോയി കെട്ടിടം പണിയുന്നിടത്തേ കമ്പി വിളയ്ക്കാം, അല്ലെങ്കിലേ അല്ലാൻ പറ്റാത്തവർക്ക് വീട്ടിൽ പോവാം. അമ്മ കന്യാമനിതന്റെ മോളുടെ കല്യാണം കഴിഞ്ഞ് 4ാം പക്കം കുര്യാപ്പി മന്ദാരത്തിലെത്തി. ചേട്ടാ, എന്റെ താക്കോല് മുതലാളി കാണാൻ പാടുണ്ട്. മലയാളി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി മന്ദാരവും വായിച്ച് പ്രാർത്ഥിച്ച് സാങ്കുട്ടി ഉണ്ടല്ലോ. നീ ചെല്ലേ. മന്ദാരത്തിൽ പണി മേടിച്ചു കൊടുത്ത കുര്യാപ്പിക്ക് തന്നെ 4ാം ദിവസം ആദ്യ പണി കൊടുത്ത് സാംകുട്ടി വാകത്താനും തന്റെ ചൈത്രയാത്ര ആരംഭിച്ചു. വീട്ടിലേക്കാണോ ഞാൻ ഇറക്കണോ? നിന്റെ അപ്പം പാതാളം വർക്കിയാ കൊണ്ടിറക്കണ അതാണ് വർക്കിയ. അതേ ചിരിയോടെ മന്ദാരത്തിന്റെ വീക്ക്ലി കെട്ടുമായി സാംകുട്ടി തന്റെ ഇടുക്കി യാത്ര തുടർന്നു. രാത്രിയിൽ പുറപ്പെട്ട് നേരം പുലരുമ്പോൾ ഇടുക്കിയിലേക്കുള്ള മുഴുവൻ ലോഡും അതാത് പോയിന്റുകളിൽ ഇറക്കിക്കഴിഞ്ഞാൽ കോട്ടയത്തേക്കുള്ള മടക്കയാത്ര തുടങ്ങും. ഈ സമയത്ത് പൊൻകുന്നം, കാഞ്ഞിരപ്പള്ളി, കോട്ടയം ഭാഗത്തെ ആശുപത്രികളിലും സർക്കാർ സ്ഥാപനങ്ങളിലും ജൗളി കടകളിലും ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഇടുക്കി കോട്ടയം സൂപ്പർഫാസ്റ്റ് കാത്ത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടാവും. അവർക്ക് ലിഫ്റ്റ് കൊടുക്കും, അവർക്ക് മാത്രം. ആ യാത്രകളിൽ സാങ്കുട്ടി അവരോട് വാ തോരാതെ കുശലം പറയും, സൗഹൃദം സ്ഥാപിക്കും. വീട്ടിലെ, നാട്ടിലെ, പണിസ്ഥലത്തെ വിശേഷങ്ങൾ ചോദിക്കും. സങ്കടവും സന്തോഷവും കണ്ണീരും പ്രതീക്ഷയും നിറഞ്ഞ അവരുടെ കഥകൾ അവർ സാംകുട്ടിയോട് പറയും. ഒപ്പുകടലാസിൽ എന്ന പോലെ ആ കഥകളെല്ലാം സാംകുട്ടി മനസ്സിൽ കുറിച്ചു വെക്കും. പ്രസ്സിലും ഡിസ്പാച്ചിലും രാത്രികളിൽ വാരിക കെട്ടിടത്തിന്റെ ടെറസിലുമൊക്കെ ഇരുന്ന് സാംകുട്ടി ഈ കഥകൾ ഒരു ലേഖന പരമ്പരയായി എഴുതിക്കൂട്ടി. മലയോര പട്ടണത്തിലെ പെൺ ജീവിതങ്ങളുടെ കണ്ണീർ കഥകൾ. എടാ, ഇത് നീ തന്നെ എഴുതിയതാണോടാ? സത്യം പറ. സത്യമായിട്ട് നിന്റെ കയ്യിലേ ഇതിന്റെ എത്ര അധ്യായമുണ്ട്? 4-5 എഴുതിയിട്ടുള്ളൂ. എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. നീ എത്ര വേണമെങ്കിലും ഉണ്ടാക്കിക്കോ. നമ്മള് അടുത്ത ആഴ്ച ഇതിന്റെ പരസ്യം കൊടുക്കുന്നു, പിന്നത്തെ ആഴ്ച നമ്മള് പരമ്പര തുടങ്ങുന്നു. അപ്പൊ വണ്ണാത്തിക്കളി അടുത്ത ആഴ്ച നമ്മൾ നിർത്തിയല്ലേ? ഇത് വയനാട്ടിൽ നിന്നുള്ള സംഘടനക്കാരെന്നുള്ളതാണ്. ഇത് ആർട്ടിസ്റ്റിനെ കൊടുത്ത് ഇതിന്റെ പരസ്യങ്ങളൊക്കെ ശരിയാക്ക്. പിന്നെ ഇതേ സാങ്കുട്ടിയുടെ ഫോട്ടോയും വേണം കേട്ടോ. സമയം എടാ, ഇതിനെ വെല്ലാൻ ഇവിടെ ഒരുത്തിന്റെ ഒരു കോപ്പുമില്ല. നമ്മൾ മന്ദാരം കത്തി കയറും കേട്ടോ.